ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരമുണ്ട്. എല്ലാവരും വളരെ അധികം എക്സ്പെക്ടേഷനിൽ ഇരിക്കുന്നു, വളരെയധികം പ്രതീക്ഷയോടെ ഇരിക്കുകയായിരുന്നു ഇന്ന് ട്രെയിലർ അപ്ഡേറ്റ് വരും എന്നുള്ളത്. ട്രെയിലർ അപ്ഡേറ്റ് എന്ന് പറഞ്ഞാൽ ട്രെയിലർ ടൈമോ അങ്ങനെ എന്തെങ്കിലും പ്രൊമോ എന്തെങ്കിലും തരും, എന്നിട്ട് നാളെ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞ നമ്മുടെ സ്വന്തം വിജയന്റെ സിനിമയുടെ ട്രെയിലർ വരും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു എല്ലാവരും. എന്നാൽ എല്ലാവർക്കും ഡിസപ്പോയിന്റ്മെന്റ് മാത്രമാണ് അർച്ചന കൽപ്പാത്തിയുടെയും ഗോട്ട് എന്ന് പറഞ്ഞ സിനിമയുടെയും ഭാഗത്ത് നിന്ന് കിട്ടിയിട്ടുള്ളത്. അപ്പൊ ഒരുപാട് ആളുകൾ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ താഴെ വന്നിട്ട് അപ്ഡേറ്റ് എവിടെയും ചോദിച്ചിട്ട് കുറെ കമന്റ്സ് ഞാൻ കണ്ടു. പേഴ്സണലി എന്നെ അറിയുന്ന കുറെ ആളുകളും എനിക്ക് മെസ്സേജ് അയച്ചു. അപ്പോ ഞാനും വെയിറ്റ് ചെയ്യായിരുന്നു എന്തെങ്കിലും ഒരു അപ്ഡേറ്റ് വരട്ടെ, ഇവ എന്താ തരാത്തത് എന്നുള്ളത്. പറയാൻ രണ്ട് കാര്യങ്ങളുണ്ട്. അതിനു മുമ്പ് ഇന്നലെ എനിക്ക് വന്നുള്ള ഒരു കമന്റ്, ഇന്നലത്തെ വീഡിയോയിൽ ഞാൻ വളരെയധികം പ്രതീക്ഷ അർച്ചന കൽപ്പാത്തിൽ ഉണ്ട് എന്ന് പറയുമ്പോൾ താഴെ വന്നുള്ള കമന്റ്, പുള്ളിക്കാരിന് ഒരു പ്രതീക്ഷയില്ല, ഒട്ടും പ്രതീക്ഷിക്കാൻ പറ്റില്ല, കാരണം ഒരു തരത്തിലുള്ള കാര്യങ്ങളും പറഞ്ഞാൽ പറഞ്ഞ പോലെ ചെയ്യുന്ന ഒരു പരിപാടി പുള്ളിക്കാരിക്ക് ഇല്ല, ഇതിനു മുമ്പ് ബിഗ് ഇല്ല, അങ്ങനെ കുറെ കാര്യങ്ങൾ, ഒരു ലോങ് മെസ്സേജ് ആണ് അതിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്നും കറക്റ്റ് പ്രോപ്പർ ആയിട്ടുള്ള അപ്ഡേറ്റ് തരില്ല, പറയുന്ന സമയത്ത് അപ്ഡേറ്റ് തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പൊ ഞാനും ഇങ്ങനെ ഇത്രയും നേരമായി അപ്ഡേറ്റ് ഒന്നും വരുന്നില്ല എന്നിങ്ങനെ പ്രതീക്ഷിച്ചിരുന്നപ്പോ രണ്ട് കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്ന്, ഇങ്ങനെ ഒരു പോസ്റ്റർ ഇവർ തന്നു. ഇതിൽ മാത്രമല്ല, AGS എന്റർടൈൻമെന്റ്സിലടക്കം ഗോഡ് മൂവി എന്ന് പറഞ്ഞിട്ടുള്ള ഫാൻ പേജിലടക്കം ഈ സാധനങ്ങൾ വന്നു. ഗോഡ് ട്രെയിലർ അപ്ഡേറ്റ് സൂൺ എന്ന് മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആൻഡ് അർച്ചന കൽപ്പാത്തി ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവർക്ക് ഈ സിനിമയുടെ ട്രെയിലർ വർക്കുകൾ ഇനിയും കുറച്ച് കംപ്ലീറ്റ് ചെയ്യാനുണ്ട്, അതുകൊണ്ട് അതിന് കുറച്ച് സമയം എടുക്കും, അതുകൊണ്ട് നിങ്ങൾ കാത്തിരിക്കണം, നിങ്ങൾക്ക് തന്ന പ്രോമിസ് പാലിക്കാൻ പറ്റാത്തതിൽ സോറി, കാരണം നമ്മൾ ഇങ്ങനെ കാത്തിരുന്ന് കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള ഒരു സാധനം തരാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞിട്ടൊരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതായത് ട്രെയിലറിന്റെ കംപ്ലീറ്റ് വർക്ക് ഇപ്പോഴും കഴിഞ്ഞിട്ടില്ല. അപ്പൊ നാളെ ട്രെയിലർ വരാനുള്ള സാധ്യതയില്ല. നാളെ മേ ബി ഇതിന്റെ ട്രെയിലർ അപ്ഡേറ്റ് അവർ ഇതേപോലെ തന്നേക്കാം. 17-ാം തീയതി അല്ലെങ്കിൽ 18-ാം തീയതി വരാനാണ് സാധ്യത എന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട്. അപ്പോ അങ്ങനെ ഒരു പോസ്റ്റ് അവർ ഇട്ടിട്ടുണ്ട്. ഇതല്ലാതെ അർച്ചന കൽപ്പാത്തി തന്നെ ഇട്ടിരിക്കുന്ന ഒരു ഇൻസ്റ്റഗ്രാം സ്റ്റോറി നിങ്ങളിൽ പല ആളുകളും കണ്ടിട്ടുണ്ടാകും. അവിടെ നടന്നുള്ള വലിയൊരു ക്രൈം അതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്ക് തോന്നുന്നു അവര് കൂടുതൽ അപ്ഡേറ്റും കാര്യങ്ങളൊന്നും ചെയ്യാതിരുന്ന ഒരു പക്ഷേ ഈ ഇതില് ഉള്ള ഒരു ദുഃഖാചരണം പോലെ ഒക്കെ ചെയ്തതായിരിക്കാം എന്ന് എനിക്ക് തോന്നുന്നു. എന്തായാലും വാർത്ത എങ്ങനെയാണോ, ഹെർ ഡാഡ് ഫൗണ്ട് ഹെർ naked, lying motionless on the floor with a broken pelvis girdle, disfigured limbs and shattered pieces of glasses in her eyes, bleeding incessantly. Her plight in those final minutes is unimaginable. Her parents were denied any contact with her dead body for 3 hours after they reached the crime scene. 150 grams of semen was found in her body. One man can only have 15 gram. A scapegoat is in custody. Dean said she was psychotic. After the transfer to CBI, renovation work started in the hospital. At this point, it's not just a doctor issue anymore. It's just inhumane. We keep unlocking lower levels of inhumanity year after years. Fools were those who even hoped there would be reform after the Nirbhaya case. It's been 12 years, nothing has changed. So some Instagram stories saying that it's a crime to be a doctor in this country. It's not a crime to be a doctor in this country. It's a crime to hope in this country എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു മെഡിക്കൽ വിദ്യാർത്ഥിനിയാണ് എന്നാണ് തോന്നുന്നത്. അതെ, ഒരു വലിയ ക്രൈം നടന്നിരിക്കുകയാണ്, മരിച്ചു ആ കുട്ടി, അത് ബ്രൂട്ടലി റേപ്ഡ് എന്നാണ് പറഞ്ഞു കേൾക്കുന്നത്. അതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള ന്യൂസ് ഒന്നും എനിക്ക് എവിടെയും കിട്ടില്ല, കുറെ നോക്കി. പക്ഷെ പുള്ളിക്കാരി ഇട്ടിരിക്കുന്നത്, പുള്ളിക്കാരി മാത്രമല്ല, കുറെ വലിയ വലിയ പേജിലൊക്കെ ഇത് വന്നിട്ടുണ്ട്. അതായത് ബോഡിയുടെ ചലനമറ്റ് കിടക്കണതായിട്ടാണ് കണ്ടുള്ളത്. ഇവിടെ പെൽവിസ്, ഇവിടെ നമ്മൾ ഈ അരക്കെട്ടിന്റെ ഇവിടെയൊക്കെ പൊട്ടും ബ്രോക്കും, കണ്ണിലേക്ക് ചില്ലൊക്കെ തെറിച്ച് വന്നിട്ട് അങ്ങനെ വളരെ ബ്രൂട്ടൽ ആയിട്ടുള്ള അവസ്ഥയിലാണ് കുട്ടി കിടക്കുന്നത്. കൂടുതലായിട്ട് ഞാൻ സംസാരിക്കുന്നില്ല, നിങ്ങൾ കേട്ടല്ലോ. അപ്പൊ അവരുടെ ബോഡിയുടെ അടുത്ത് 150 ഗ്രാം സെമൻ കണ്ടു എന്നാണ്, ശുക്ലം അത് കണ്ടു എന്നാണ് പറയുന്നത്. 150 ഗ്രാം. സാധാരണ ഒരു മനുഷ്യന് നോർമലി 15 ഗ്രാം സെമന്റെ അളവ് ഉണ്ടാവുള്ളൂ എന്നാണ് പറയുന്നത്. അപ്പൊ 150 ഗ്രാം എന്ന് പറയുമ്പോൾ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, 10 പേരോ എത്ര പേരാണ് കൂടിയിട്ടുണ്ടാവുക അറിയില്ല. അത് ഫൈനലൈസ് ചെയ്യാത്തതുകൊണ്ട് ഞാൻ കുറിച്ച് കൂടുതൽ പറയുന്നില്ല. ഇനി 15 ഗ്രാം പോട്ടെ, 50 ഗ്രാം
നടക്കാൻ ചാൻസ് ഇല്ല. 50 ഗ്രാം ഒരാൾക്ക് സെമൻ ഉണ്ടായെന്ന് വിചാരിക്കും, എത്ര പേരായിരിക്കും? 3 പേര്. ഇനി 3 10 1 എത്രയും ആകട്ടെ, അവിടെ നടന്നിരിക്കുന്ന ഒരു അവസ്ഥ എത്രമാത്രം ഒരു വലിയ പ്രശ്നമാണ്. നിർഭയ കേസിന്റെ കാര്യം ഇവിടെ പറയുന്നുണ്ട്. അതിനുശേഷം വീണ്ടും ഓരോ ഇയറിലും ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക. അപ്പൊ ഇങ്ങനത്തെ വലിയൊരു പ്രശ്നം അവിടെ നടന്നിട്ടുണ്ട്. അവിടുത്തെ ഡീൻ, ആ കോളേജിന്റെ ഡീൻ പറയുന്നത് ആ കുട്ടി സൈക്കോട്ടിക് ആയിരുന്നു, സൈക്കോപാത്ത് ആണെന്നുള്ള രീതിയിലൊക്കെ സംസാരിച്ചിട്ടുണ്ട് എന്നൊക്കെ പറയും. ഞാൻ ഇതിന്റെ വാർത്തകൾ ഒരുപാട് നോക്കി, ന്യൂസ് ഒന്നും എനിക്ക് കാണാൻ കഴിഞ്ഞില്ല. ഇവിടെ കേരളത്തിൽ നിന്നും എന്തായാലും അതിന്റെ ന്യൂസ് വന്നിട്ടില്ല. പക്ഷെ ഒരുപാട് ആളുകൾ ഈ സെയിം പോസ്റ്റ് വീണ്ടും വീണ്ടും റീപോസ്റ്റ് ആയിട്ട് ചെയ്യുന്നതായിട്ട് ഞാൻ കണ്ടു. അപ്പൊ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഞാൻ ഇവിടെ എന്തായാലും വെക്കാം. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനൊരു സംഭവം കൂടെ ഉള്ളതുകൊണ്ട് കൂടുതൽ ഒരു ന്യായീകരണത്തിനോ കാര്യങ്ങൾക്കോ ഒന്നും ഈ അർച്ചന കൽപ്പത്തി മാത്രമല്ല ടീം ഗോട്ട് മുതിർന്നിട്ടില്ല. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് കാരണമായിരിക്കും എന്നാണ്. അർച്ചന കൽപ്പാത്തിയുടെ ഇൻസ്റ്റാഗ്രാം പേജിലോ ഒന്നും ഇതിന്റെ ഒരു ന്യായീകരിച്ചുള്ള ഒരു പോസ്റ്റും കണ്ടില്ല. പക്ഷെ തമിഴ് ഒരു ചാനലിൽ ഇതിന്റെ ഒരു വാർത്ത കണ്ടു. അതിൽ പക്ഷെ പുള്ളിക്കാരൻ ഈ പോസ്റ്റ് അടക്കിയിട്ടുണ്ട്, ഈ ഒരു ഫോട്ടോയും അതിന് മുകളിൽ. അത് ഏത് മീഡിയ വഴിയാണ് അർച്ചന കൽപ്പത്തി ഇട്ടിരിക്കുന്നതല്ല, പക്ഷെ ആ പോസ്റ്റിൽ വ്യക്തമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ വീണ്ടും ട്രെയിലർ വരാൻ വേണ്ടി കുറച്ചുകൂടെ ലേറ്റ് ആവും, അത് കംപ്ലീറ്റ് വർക്ക് ആയിട്ടില്ല, അതുകൊണ്ട് കംപ്ലീറ്റ് വർക്കിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ സമയം എടുക്കുന്നത്. അപ്പോൾ കുറച്ചുകൂടെ സമയം എടുക്കും. അപ്പോൾ നിങ്ങളെ ഒരു പ്രതീക്ഷ തന്നതിൽ സോറി ഒക്കെ പറഞ്ഞിട്ടുള്ള ഒരു പോസ്റ്റ് അങ്ങനെ കണ്ടു. പക്ഷെ ഞാൻ ചെക്ക് ചെയ്തിട്ട് എനിക്കത് കിട്ടിയില്ല. ഇനി എക്സൽ എങ്ങാണ്ടും പോസ്റ്റ് ചെയ്താണെന്ന് എനിക്കറിയില്ല. പക്ഷെ ഈ ഒരു ഫോട്ടോ ഇട്ട് അതിന്റെ മുകളിൽ ഇങ്ങനെ തലക്കെട്ട് പോലെയാണ് എഴുതിയിട്ടുള്ളത് ഈ വാർത്ത. അപ്പൊ എനിക്ക് തോന്നുന്നു ഇങ്ങനെ ഒരു സംഭവം കൂടി ഉള്ളതുകൊണ്ട് അത് വളരെ ഇതിനു മുമ്പ് ഇതിനെ ഭയങ്കര പ്രതിഷേധം അറിയിക്കുന്ന രീതിയിൽ തന്നെ ഭയങ്കര സ്ട്രോങ് ആയിട്ട് തന്നെ ഈ അർച്ചന കൽപ്പാത്തി ഈ ഒരു അവസ്ഥക്കെതിരെ, ഈ ഒരു ക്രൈം അതിനെതിരെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. അതിന്റെ കൂടെയുള്ള സെക്കൻഡ് സ്റ്റോറിയാണ് അത്. സംഭവം എന്താന്നുള്ള രീതിയിൽ ഇട്ടിരിക്കുന്ന സ്റ്റോറിയാണ്. വ്യക്തമായിട്ട് അറിയുന്ന ആളുകളുടെ തീർച്ചയായിട്ടും താഴെ കമന്റിൽ അറിയിക്കുക. ഞാൻ കുറെ ചെക്ക് ചെയ്തു, പക്ഷെ എനിക്ക് എവിടുന്നും അതിന്റെ ഒരു കംപ്ലീറ്റ് എന്താണ് നടന്നുള്ള വാർത്ത എനിക്ക് കിട്ടിയില്ല. എനിക്ക് തോന്നുന്നു 2-3 ആളുകൾ ചിലപ്പോൾ അത് അറിയെങ്കിൽ എനിക്ക് ലിങ്ക് അയച്ചു തരികയാണെങ്കിൽ വളരെ നല്ലത്. എനിക്ക് അങ്ങനെ ഇൻസ്റ്റയിൽ കുറെ ആളുകൾ അങ്ങനെ ലിങ്ക് അയച്ചു തരാം. അങ്ങനെ ഏതെങ്കിലും വാർത്ത നിങ്ങൾക്ക് അറിയെങ്കിൽ അത് അയച്ചു തരാം, അറിയണം എന്നുണ്ട്. അപ്പൊ എന്തായാലും ഗോട്ടിന്റെ കൂടുതൽ അപ്ഡേറ്റുകളോ മറ്റു സംഭവങ്ങളോ ഒന്നും ഇവർ തന്നിട്ടില്ല. ഈ പറഞ്ഞ പോലെ ഈ ഒരു ഫോട്ടോ മാത്രമാണ് തന്നിട്ടുള്ളത്. അപ്പൊ നാളെയോ മറ്റന്നാളോ ഒക്കെ ആയിട്ട് ഇതിന്റെ ഒരു നല്ലൊരു അപ്ഡേറ്റ് നമുക്ക് കിട്ടുമായിരിക്കും. മിക്കവാറും നാളെ തന്നെ നമുക്ക് കിട്ടുമായിരിക്കും. എപ്പോൾ വരും, കാരണം ഇവർക്ക് ഇത് എക്സാക്ട് ഒരു ടൈം പറയാൻ പറ്റുന്നില്ല. സിനിമ ട്രെയിലർ ഈ സമയത്ത് തരുന്ന ഒരു എക്സാക്ട് ടൈം പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ ബുദ്ധിമുട്ടാവും. ഇതാകുമ്പോൾ ട്രെയിലർ അപ്ഡേറ്റ് എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ നാളെ ഒരു എക്സാക്ട് ടൈം അവർ പറയും എന്ന് നമുക്ക് വിശ്വസിക്കാം. മറ്റന്നാളോ അതിന് പിറ്റേന്നോ ആയിട്ട്, അത് 17 18 ഒക്കെ ആയിട്ട് ഇതിന്റെ ഒരു ട്രെയിലർ നമുക്ക് പ്രതീക്ഷിക്കാം. അതിന് മുമ്പ് വന്നാൽ അത്രയും സന്തോഷം. ആൻഡ് എനിക്ക് തോന്നുന്നു ഇങ്ങനെ കംപ്ലീറ്റ് ആകാതെ ഒരു സാധനം തരുന്നതിനേക്കാളും നല്ലത് നല്ല കംപ്ലീറ്റ് ഒരു സാധനം തരുന്നത്. കാരണം ഇതുവരെ വന്നിട്ടുള്ള അപ്ഡേറ്റുകൾ വെച്ച് നോക്കുമ്പോൾ വളരെ മോശം, വളരെ പരിതാപകരമായിട്ടുള്ള അവസ്ഥയാണ് ഇതിന്റെ അപ്ഡേറ്റുകൾക്ക് ഉള്ളത്. സോ അതുകൊണ്ട് തന്നെ എല്ലാവരും, എസ്പെഷ്യലി കങ്കുവ പോലുള്ള സിനിമ, മാർട്ടിൻ പോലുള്ള സിനിമകളൊക്കെ വമ്പൻ ട്രെയിലർ നമുക്ക് തന്ന് നമ്മൾ ഞെട്ടിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇത്രയും ഫാൻ പവറും ഇത്രയും പ്രതീക്ഷയുള്ള ഒരു സിനിമ, ഇത്രയും ഫാൻ പവറുള്ള ഒരു നടന്റെ സിനിമ, അതും ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറയുന്ന മേ ബി ലാസ്റ്റ് സിനിമ ആയേക്കാം എന്നുള്ള രീതിയിലൊക്കെ വലിയ റൂമേഴ്സ് കേൾക്കുന്ന ഒരു സിനിമ, അതിന്റെ ട്രെയിലർ നല്ല രീതിയിൽ കംപ്ലീറ്റ് ആക്കി നല്ലൊരു കിടിലൻ ട്രെയിലർ തരുന്നതല്ലേ നല്ലത്. അല്ലാതെ തലയും വാലും ഇല്ലാണ്ട് ഒരു സാധനം വെറുതെ പടച്ചു വിട്ടിട്ട് അത് കണ്ട് വീണ്ടും ട്രോൾ മെറ്റീരിയലായി വീണ്ടും ഒരു ഏറിപ്പോയി അതിന്റെ ആവശ്യം ഇനിയില്ലാന്ന് തോന്നുന്നത്. ഇനിയിപ്പോ അവർ മനഃപൂർവ്വം ഹൈപ്പ് കുറച്ചാണെങ്കിലും അല്ലെങ്കിലും നല്ലൊരു ട്രെയിലർ വരേണ്ട സമയമായിട്ടുണ്ട്. ഞാൻ ട്രെയിലറും കൂടെ കയ്യിൽ നിന്ന് പോയി കഴിഞ്ഞാൽ പറ്റ പരിപാടി ബോറാകും. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നുള്ളത് തീർച്ചയായിട്ടും മറക്കാതെ കമന്റ് രേഖപ്പെടുത്തുക. അതിന്റെ കൂടെ 2-3 ഫോട്ടോസ് കൂടെ അവർ ജസ്റ്റ് ഇട്ടിട്ടുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് കൂടെ വെക്കാം. ഞാനത് വെക്കാൻ വിട്ടുപോയതാണ്. ജസ്റ്റ് ആ സാധനം കൂടെ ഞാൻ ഇതിന്റെ കൂടെ ഒന്ന് വെക്കാൻ ശ്രമിക്കാം. ഓക്കെ, ശ്രമിക്കാല്ല, വെക്കാം. ഈ പോസ്റ്റർ നിങ്ങൾ കണ്ടല്ലോ. ഇതിലിപ്പോ ആരുള്ളത്? വിജയും പ്രഭുദേവയും കുറെ ആളുകൾ, ഇങ്ങനെ മൊത്തത്തിൽ ഇവരുള്ള കുറെ നടന്മാരും നടിമാരും ഒക്കെ ഉണ്ട്. ജയറാമിന്റെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇവരുടെ പേരെന്തായിരുന്നു, എന്തൊരു ലൈല, യെസ്. പിന്നെ സ്നേഹ, അങ്ങനെ കുറെ ആളുകളുണ്ട്. താഴെ അവരാ ബൈക്ക് സീനുള്ള സാധനങ്ങളൊക്കെ ഉണ്ട്. അത്ര അങ്ങനെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ. ഇതല്ലാതെ വന്നുള്ളൊരു ഫോട്ടോ എന്ന് പറയുന്നത് ഇതാണ്. ഇത് എക്സ്ക്ലൂസീവ് സ്റ്റീൽ ഫ്രം ദ ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈം എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഗോഡ് മൂവി ടീം എന്ന് പറഞ്ഞിട്ടുള്ള ആ ചാനലാണ് വന്നിട്ടുള്ളത്. ഫാൻ മെയ്ഡ് ചാനലാണ് കേട്ടോ. ഇതില് പ്രശാന്ത്, വിജയണ്ണൻ, പ്രഭുദേവ ആണുള്ളത്. ഇതിലൊക്കെ നല്ല അടിപൊളി ലുക്കായിട്ട് തോന്നുന്നു കേട്ടോ. വിജയുടെ ലുക്കൊക്കെ നല്ല രസമായിട്ട് തോന്നുന്നുണ്ട്. ഈ താടി അത്ര നിരച്ചിട്ടില്ല. അതിന് കുറച്ച് മുമ്പുള്ള ഒരു സീനാണ് തോന്നുന്നത്. 2-3 ഗെറ്റപ്പിൽ ഒരു പക്ഷേ വരാൻ സാധ്യതയുണ്ട്. ഒന്ന് ഈ സാധനമാണ്.
രണ്ടാമത്തേത് ഇത് വിഘടൻ എന്നാണ് എഴുതിയിരിക്കണമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എൻ്റെ അറിവ് വെച്ച് വായിക്കുകയാണെങ്കിൽ വിഘടൻ എന്നാണ്. എന്തായാലും അവിടെ തലപതി ഇങ്ങനെ കോട്ടൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നിൽക്കുന്ന ചെവിയിലൊക്കെ ചൊറി നിൽക്കുന്ന ഒരു സാധനം അതും വിട്ടിട്ടുണ്ട്. താഴെ എന്തൊക്കെയോ എഴുതിയിട്ടുണ്ട്. വിജയ് വേറെ എന്തോ വാക്കി എനിക്കറിയില്ല, വിജയ് മാത്രം വായിക്കാൻ അറിയുന്നുണ്ട്. വെങ്കട് പ്രഭു കോട്ട് സ്റ്റോറി എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. അതും എക്സ്ക്ലൂസീവ് ഷീൽ എന്ന് പറഞ്ഞാണ് കൊടുത്തിരിക്കുന്നത്. ഇങ്ങനെ 2 ഫോട്ടോയും കൂടി ഇതിന്റെ കൂടെ ഇന്ന് ഈ അപ്ഡേറ്റ് വരും എന്ന് പറഞ്ഞതിന് ശേഷം വന്നിരിക്കുന്ന ഫോട്ടോസാണ്. ഇത്രയും സാധനങ്ങളെ വന്നിട്ടുള്ളൂ. എന്തായാലും നാളെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും അവരുടെ ഭാഗത്തൊന്നും പറഞ്ഞിട്ടില്ല, നാളെ വരുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ മറക്കാതെ കമന്റിലേക്ക്